أشهد أن لا إله لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്ന് വിവരിക്കാൻ പോകുന്ന സഹാബാക്കളിൽ ആദ്യം ഹസ്രത്ത് സയ്യിദ് ബിൻ സെയ്ദ് ആണ്. സെയ്ദിന്റെ പിതാവിന്റെ പേര് സെയ്ദ് ബിൻ അമർ എന്നും മാതാവിന്റെ പേര് ഫാത്തിമ ബിൻ ബാജ എന്നുമായിരുന്നു. അദി ബിൻ കാബ് ബിൻ ലവി എന്ന ഗോത്രവുമായിരുന്നു അദ്ദേഹത്തിന്റെ ബന്ധം. ഹസ്രത്ത് സയ്യിദ് ബിൻ സെയ്ദിന്റെ കുലനാമം അബുൽ അവർ എന്നായിരുന്നു. ചിലർ അബു സൗത്ത് എന്നും പറയുന്നുണ്ട്. അദ്ദേഹത്തിന് പൊക്കം കൂടുതലായിരുന്നു. അദ്ദേഹത്തിന് ഗോതമ്പ് നിറവും അതുപോലെ ഇടതൂർന്ന മുടികളുമായിരുന്നു. ഹസ്രത്ത് ഉമർ ബിൻ ഖത്താബിന്റെ പിതൃ സഹോദരൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ വംശാവലിയിൽ 4ാമത്തെ തലമുറ നുഫൈൽ വഴി ഹസ്രത്ത് ഉമറുമായും അതുപോലെ 8ാമത്തെ തലമുറ കാബ് ബിൻ ലവിയുമായി ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്കും എത്തിച്ചേരുമായിരുന്നു. ഹസ്രത്ത് സയ്യിദിന്റെ സഹോദരി ആത്തിക്കയുടെ വിവാഹം ഹസ്രത്ത് ഉമറുമായും ഹസ്രത്ത് ഉമറിന്റെ സഹോദരി ഫാത്തിമയുടെ വിവാഹം ഹസ്രത്ത് സയ്യിദുമായും നടന്നു. ഈ സഹോദരി മുഖേനയാണ് ഹസ്രത്ത് ഉമറിന് ഇസ്ലാം സ്വീകരിക്കാൻ സാധിച്ചത്. ഹസ്രത്ത് സയ്യിദിന്റെ പിതാവ് സെയ്ദ് ബിൻ അമർ ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ ഏക ദൈവാരാധകനായിരുന്നു. ഹസ്രത്ത് ഇബ്രാഹിമിന്റെ മതത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന വ്യക്തിയായിരുന്നു. ഹസ്രത്ത് ഇബ്രാഹിമിന്റെ ആരാധ്യൻ ആരാണോ അത് തന്നെയാണ് എന്റെ ആരാധ്യൻ എന്നും ഹസ്രത്ത് ഇബ്രാഹിമിന്റെ ദീൻ ഏതാണോ അത് തന്നെയാണ് എന്റെ ദീനും എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അക്കാലഘട്ടത്തിൽ ഏകദൈവാരാധന നടന്നിരുന്നോ എന്ന് കുട്ടികൾ ചോദിക്കാറുണ്ട്. ഇസ്ലാമിന് മുമ്പ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ എന്തായിരുന്നു, അതുപോലെ ആരെയായിരുന്നു അങ്ങ് ആരാധിച്ചിരുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ വലിയ ഏകദൈവാരാധകൻ മറ്റൊരാളും ഉണ്ടായിരുന്നില്ല. സെയ്ദ് ബിൻ അമർ എല്ലാ തരത്തിലുള്ള അക്രമങ്ങളിൽ നിന്നും അതിക്രമങ്ങളിൽ നിന്നും അധർമ്മങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മുശ്രിക്കീങ്ങളുടെ ബലി മൃഗങ്ങളിൽ നിന്നും ഒക്കെ തന്നെ വിട്ടുനിന്നിരുന്നു. ഒരിക്കൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം കണ്ടുമുട്ടി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് മുമ്പാണ് ഇത്. ഇതിനെക്കുറിച്ച് ബുഖാരിയിൽ നിവേദനം വന്നിട്ടുണ്ട്. ഹസ്രത്ത് അബ്ദുള്ള ബിൻ ഉമർ നിവേദനം ചെയ്യുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദ് ബിൻ അമർ ബിൻ നുഫൈലിനെ ബലദ എന്ന സ്ഥലത്ത് വെച്ച് കണ്ടു. ഇത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി വരുന്നതിന് മുമ്പ്, അതായത് നുബൂവത്ത് വാദിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ്. ബൽദ എന്ന് പറയുന്നത് മക്കയിൽ നിന്നും പടിഞ്ഞാറോട്ടേക്കുള്ള ഒരു താഴ്വാരമാണ്. മക്കയിൽ പോകുന്ന വഴി തമീമിന്റെ മാർഗത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പാകെ ഭക്ഷണ തളിക കൊണ്ടുവെക്കപ്പെട്ടു. എന്നാൽ
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിക്കുന്നത് നിരസിച്ചു. സെയ്ദും പറഞ്ഞു, ഞാനും ഇത് കഴിക്കുകയില്ല, കാരണം ഇത് നിങ്ങൾ നിങ്ങളുടെ വിഗ്രഹ സ്ഥലങ്ങളിൽ ബലി അർപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ കൂടാതെ മറ്റൊരു അസ്തിത്വത്തിന്റെ പേരിൽ ബലി ചെയ്യുന്നതും ഞാൻ കഴിക്കുകയില്ലെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമും അതുപോലെ അദ്ദേഹവും പറഞ്ഞു. സെയ്ദ് ബിൻ അമർ ഖുറൈശിന്റെ ബലി അർപ്പിക്കുന്നതിനെ കുറിച്ചും വളരെ മോശമായി കരുതിയിരുന്നു. പറയുമായിരുന്നു, ആടിനെ സൃഷ്ടിച്ചതും അള്ളാഹുവാണ്, ആടിനു വേണ്ടിയുള്ള വെള്ളമിറക്കിയതും അതുപോലെ ഭൂമിയിൽ അതിനുവേണ്ടിയുള്ള പുല്ലുമുളപ്പിച്ചതും അള്ളാഹുവാണ്. പിന്നെ നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിന്റെ പേരിലല്ലാതെ മറ്റൊരു പേരിൽ കുർബാനി നടത്തുന്നത്? അത് വളരെ മോശമായും അത് വലിയ പാപമായും അദ്ദേഹം കരുതിയിരുന്നു. സെയ്ദ് ബിൻ ഉമർ കുഫറിൽ നിന്നും ഷിർക്കിൽ നിന്നും വിട്ടുനിന്നിരുന്നു. സത്യം അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം ദൂരദൂര രാജ്യങ്ങളിലേക്ക് യാത്ര തിരിക്കുമായിരുന്നു. ആ യാത്രകളെക്കുറിച്ചും സഹീഹ് ബുഖാരിയിൽ ഇപ്രകാരം നിവേദനം വന്നിട്ടുണ്ട്. ഹദ്രത്ത് ഇബ്നു ഉമർ നിവേദനം ചെയ്യുന്നു, സെയ്ദ് ബിൻ അമർ ബിൻ നുഫൈൽ സിറിയയിലേക്ക് ദീനിനെ കുറിച്ച് അറിയാൻ വേണ്ടി, ദീന് സ്വീകരിക്കാൻ വേണ്ടി യാത്ര തിരിച്ചു. അപ്പോൾ ഒരു ജൂത പണ്ഡിതനെ കണ്ടു. അയാളോട് അദ്ദേഹം ചോദിച്ചു, താങ്കളുടെ ദീൻ എന്താണ്? അതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം, ആ ദീൻ എനിക്ക് സ്വീകരിക്കാനാണ്. അപ്പോൾ ആ ജൂത പണ്ഡിതൻ പറഞ്ഞു, താങ്കൾ ഞങ്ങളുടെ ദീൻ സ്വീകരിക്കരുത്, അത് വഷളായിരിക്കുന്നു, അത് സ്വീകരിച്ചാൽ താങ്കൾക്കും ദൈവകോപമുണ്ടാകും. അപ്പോൾ സെയ്ദ് പറഞ്ഞു, ഞാൻ ദൈവകോപത്തെ ഭയക്കുന്നു, ദൈവകോപം താങ്ങാനുള്ള ശക്തി എനിക്കില്ല. പിന്നീട് അദ്ദേഹം ചോദിച്ചു, മറ്റേതെങ്കിലും ദീനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരിക. അപ്പോൾ ആ ജൂത പണ്ഡിതൻ പറഞ്ഞു, എനിക്ക് അറിയുന്ന ഒരേ ഒരു കാര്യം എല്ലാവരും ഹനീഫ് ആയിരിക്കണം എന്നാണ്. സെയ്ദ് ചോദിച്ചു, ഹനീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾ പറഞ്ഞു, ഇബ്രാഹിമിന്റെ മതമാണത്. ഇബ്രാഹിം ജൂതനോ ക്രിസ്ത്യാനിയോ ആയിരുന്നില്ല, അള്ളാഹുവിനെ മാത്രമായിരുന്നു ആരാധിച്ചിരുന്നത്. പിന്നീട് സെയ്ദ് അവിടെ നിന്നും പോയി ഒരു ക്രിസ്തീയ പണ്ഡിതന്റെ അടുത്തെത്തി ഇക്കാര്യം ചോദിച്ചു. അപ്പോൾ അയാളും പറഞ്ഞു, ഞങ്ങളുടെ മതം ദൈവശാപമുള്ള മതമാണ്, താങ്കൾക്കും ദൈവശാപം ഉണ്ടാകും ആ മതത്തെ പിൻപറ്റിയാൽ. അപ്പോൾ സെയ്ദ് പറഞ്ഞു, എനിക്ക് ദൈവശാപത്തെ ഞാൻ ഭയക്കുന്നു, ദൈവശാപവും ദൈവകോപവും താങ്ങാനുള്ള ശക്തി എനിക്കില്ല, മറ്റേതെങ്കിലും ദീനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരിക. അപ്പോൾ അയാൾ പറഞ്ഞു, എല്ലാവരും ഹനീഫ് ആകണമെന്നാണ് എനിക്ക് അറിയുന്ന കാര്യം. സെയ്ദ് ചോദിച്ചു, ഹനീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾ പറഞ്ഞു, ഇബ്രാഹിമിന്റെ മതം ആണ് ഹനീഫ്. അദ്ദേഹം ജൂതനോ ക്രിസ്ത്യാനിയോ ആയിരുന്നില്ല, അള്ളാഹുവിനെ മാത്രമായിരുന്നു ആരാധിച്ചിരുന്നത്. സെയ്ദ് ഹദ്രത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞ ശേഷം അവിടെ നിന്നും പുറപ്പെട്ടു. പുറത്ത് ഒരു മൈതാനത്ത് എത്തിയ ശേഷം അദ്ദേഹം തന്റെ 2 കൈകളും ഉയർത്തിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, അള്ളാഹുവെ, ഞാൻ ഇബ്രാഹിമിന്റെ ദീൻ സ്വീകരിച്ചിരിക്കുന്നു. സെയ്ദ് ബിൻ അമർ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എങ്കിൽ കൂടി നുബുവത്തിന് മുമ്പ് തന്നെ അദ്ദേഹം വഫാത്താവുകയുണ്ടായി. ഹദ്രത്ത് ആമിർ ബിൻ റബിയ വിവരിക്കുന്നു, സെയ്ദ് ബിൻ അമർ ദീന് അന്വേഷിച്ചുകൊണ്ട് ഇരുന്നു. അതുപോലെ ക്രിസ്തു മതത്തിൽ നിന്നും ജൂതമതത്തിൽ നിന്നും ബിംബാരാധനയിൽ നിന്നും കല്ലുകളെ പൂജിക്കുന്നതിൽ നിന്നും ഒക്കെ അദ്ദേഹം വിട്ടുനിന്നു. അദ്ദേഹം തന്റെ സമുദായത്തിൽ നിന്നും വിട്ടുനിന്നു. അവർ ആരാധിക്കുന്ന ബിംബങ്ങളിൽ നിന്നും അവരുടെ പൂർവ്വ പിതാക്കൾ ആരാധിക്കുന്നതിൽ നിന്നുമൊക്കെ വിട്ടുനിന്നു. അവർ ബലി കഴിപ്പിച്ച മൃഗത്തെ കഴിക്കില്ലായിരുന്നു. ഒരു തവണ അദ്ദേഹം എന്നോട് പറഞ്ഞു, അല്ലയോ ആമിർ, എന്റെ സമുദായത്തിൽ നിന്നും ഞാൻ വേർപെട്ടിരിക്കുന്നു, ഞാൻ ഇബ്രാഹിമിന്റെ മതം പിൻപറ്റിയിരിക്കുന്നു. ഇബ്രാഹിം ആരാധിക്കുന്നതിനാണ് ഞാനും ആരാധിക്കുന്നത്. ഇബ്രാഹിമിന് ശേഷം ഇസ്മായിലിനെ ഞാൻ പിൻപറ്റുന്നു. അവർ രണ്ടുപേരും സ്വീകരിച്ച കിബിലയും അവരുടെ നമസ്കാരവുമാണ് ഞാൻ പിന്തുടരുന്നത്. ഇസ്മായിലിന്റെ വംശത്തിൽ നിന്നും ഒരു നബി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ എനിക്ക് തോന്നുന്നത് അതുവരെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നാണ്. ആ നബിയെ സത്യപ്പെടുത്താനും ആ നബിയിൽ വിശ്വാസം കൈക്കൊള്ളാനും എനിക്ക് ഭാഗ്യമുണ്ടാകില്ല എന്നാണ്. അല്ലയോ ആമിർ, താങ്കൾക്ക് ആ നബിയുടെ കാലം ലഭിച്ചാൽ എന്റെ സലാം എത്തിക്കണം. ആമിർ പറയുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് വാദിച്ചപ്പോൾ
ഞാൻ മുസ്ലിം ആകുകയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സെയ്ദ് ബിൻ അമറിന്റെ സന്ദേശവും സലാമും എത്തിക്കുകയും ചെയ്തു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സലാമിന് മറുപടി നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി റഹ്മത്തിന് വേണ്ടി ദുആ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം സ്വർഗത്തിൽ തന്റെ മടിശീല നിറക്കുന്നതായി ഞാൻ കാണുന്നു. സെയ്ദ് ബിൻ അമർ താൻ ഏകദേവാരാധകനാണ് എന്നതിൽ വളരെയധികം അഭിമാനിച്ചിരുന്നു. ഹസ്രത്ത് അസ്മാ ബിൻത്ത് അബൂബക്കർ ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു സംഭവം വിവരിക്കുന്നു. ഞാൻ സെയ്ദ് ബിൻ അമർ ബിൻ നുഫൈലിനെ കാബയിലേക്ക് പുറം ചാരി നിൽക്കുന്നതായി കണ്ടു. അദ്ദേഹം പറയുമായിരുന്നു, ഖുറൈശ് സമൂഹമേ, അള്ളാഹു ആണ്, ഞാൻ കൂടാതെ നിങ്ങൾ ആരും തന്നെ ഇബ്രാഹിമിന്റെ മതത്തിൽ നിലകൊള്ളുന്നില്ല. സെയ്ദ് പെൺകുട്ടികളെ ജീവനോട് കുഴിച്ചു മൂടുമായിരുന്നില്ല. അറബിയിലുള്ള ചില ഗോത്രങ്ങളിലെ ആചാരമായിരുന്നു അത്. അങ്ങനെ ചെയ്യുന്ന വ്യക്തിയെക്കുറിച്ച് അറിഞ്ഞാൽ അദ്ദേഹം ആ വ്യക്തിയുടെ അടുത്ത് പോയി പറയുമായിരുന്നു, ഈ കുട്ടിയെ നിങ്ങൾ വധിക്കരുത്, ഈ കുട്ടിയുടെ ചെലവും ഭക്ഷണവുമൊക്കെ ഞാൻ വഹിക്കാം. അങ്ങനെ ആ കുട്ടിയെ സ്വീകരിക്കുമായിരുന്നു. ആ കുട്ടിയെ യുവത്വം എത്തിയതിനു ശേഷം ആ കുട്ടിയുടെ പിതാവിന്റെ അടുത്ത് കൊണ്ടുവന്ന് ഏൽപ്പിക്കുമായിരുന്നു. എന്നിട്ട് പറയുമായിരുന്നു, ഈ കുട്ടിയെ താങ്കൾക്ക് സ്വീകരിക്കാം, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ കാര്യം, അതായത് വിവാഹവും ഞാൻ തന്നെ കഴിപ്പിച്ച് വിടാം എന്ന് പറയുമായിരുന്നു. മറ്റൊരു നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഹദരത്ത് അസ്മാ ബിൻത്ത് അബൂബക്കർ നിവേദനം ചെയ്യുന്നു. ഈ ആദ്യ നിവേദനം ബുഖാരിയുടേതാണ്. ഈ രണ്ടാമത്തെ നിവേദനം കിതാബ് അസദുൽ ഗാബ എന്ന ചരിത്ര പുസ്തകത്തിന്റേതാണ്. ഹദരത്ത് അസ്മാ ബിൻത്ത് അബൂബക്കർ നിവേദനം ചെയ്യുന്നു, സെയ്ദ് ബിൻ അമർ ബിൻ നുഫൈൽ കാബയിൽ പുറംചാരി നിൽക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഖുറൈശ് സമൂഹമേ, ആരുടെ കൈകളിലാണോ എന്റെ ജീവൻ ഇരിക്കുന്നത് അവനാണ് സത്യം. എന്നെ കൂടാതെ നിങ്ങൾ ആരും തന്നെ ഇബ്രാഹിമിന്റെ ദീനിലല്ല ഉള്ളത്. അദ്ദേഹം പറയുമായിരുന്നു, അല്ലാഹുവേ, നിനക്ക് ഇഷ്ടപ്പെട്ട ആരാധനാ മാർഗം എനിക്ക് അറിയുമായിരുന്നെങ്കിൽ ഞാൻ അതുപോലെ ആരാധിക്കുമായിരുന്നു. എന്നാൽ എനിക്കത് അറിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഉള്ളം കൈയിൽ അദ്ദേഹം സുജൂദ് ചെയ്യുമായിരുന്നു. സെയ്ദ് ബിൻ മുസയ്യബിൽ നിന്നും നിവേദനം, സെയ്ദ് ബിൻ അമറിന്റെ മരണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് 5 വർഷം മുമ്പ് സംഭവിച്ചു. അപ്പോൾ ഖുറൈശികൾ കാബാലയം പണി കഴിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം വഫാത്താകുമ്പോൾ ഞാൻ ഇബ്രാഹിമിന്റെ മതത്തിലാണുള്ളത് എന്ന് പറഞ്ഞിരുന്നു. ഇത് ഹദ്രത്ത് സയ്യിദ് ബിൻ സെയ്ദിനെ കുറിച്ചുള്ള പരാമർശമാണെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ച് സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്. പിതാവിന്റെ നന്മ കാരണമാണ് ആ മകന് ഇസ്ലാം ലഭിച്ചതും അതുപോലെ തന്നെ ആ പിതാവിനെ കുറിച്ചും ചരിത്രത്തിൽ രേഖപ്പെട്ടതും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വിവരിച്ചത്. ഈ നിവേദനങ്ങളൊക്കെ തന്നെ ബുഖാരിയിലും ഉണ്ട്. എന്തായാലും ഹദ്രത്ത് സയ്യിദ് ബിൻ സെയ്ദിനെ കുറിച്ച് ഞാൻ ഇനി വിവരിക്കാം. ഒരിക്കൽ സയ്യിദ് ബിൻ സെയ്ദും ഹദ്രത്ത് ഉമർ ബിൻ ഖത്താബും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ ഹാജരായി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സെയ്ദ് ബിൻ അമറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അങ്ങ് പറഞ്ഞു, സയ്യിദിന്റെ പിതാവിനെ കുറിച്ച് പറഞ്ഞു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സെയ്ദ് ബിൻ അമറിന് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ, അദ്ദേഹം മരിച്ചത് ഇബ്രാഹിം മതത്തിൽ നിലകൊണ്ടായിരുന്നു. അതിനുശേഷം മുസ്ലിങ്ങൾ സെയ്ദ് ബിൻ അമറിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി റഹ്മത്തിനു വേണ്ടിയും മഗ്ഫിറത്തിനു വേണ്ടിയും ദുആ ചെയ്യുമായിരുന്നു. മറ്റൊരു നിവേദന പ്രകാരം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദ് ബിൻ അമറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, അദ്ദേഹം ഖയാമത്ത് നാളിൽ ഒരു ഉമ്മത്ത് കണക്കെ എഴുന്നേൽപ്പിക്കപ്പെടും. മുമ്പ് പറഞ്ഞതുപോലെ സയ്യിദ് ബിൻ സെയ്ദ് ഹദ്രത്ത് ഉമറിന്റെ സഹോദരി ഭർത്താവായിരുന്നു. ഹദ്രത്ത് സയ്യിദ് ബിൻ സെയ്ദിന്റെ സഹോദരി ആത്തിക ബിൻ സെയ്ദ് ഹദ്രത്ത് ഉമറിന്റെ ഭാര്യയുമായിരുന്നു. ഹദ്രത്ത് സയ്യിദ് ബിൻ സെയ്ദും അദ്ദേഹത്തിന്റെ ഭാര്യ ഹസ്രത്ത് ഫാത്തിമ ബിൻത്ത് ഖിതാബും ആദ്യകാല മുസ്ലിങ്ങളിൽ പെട്ടിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ദാറെ അർക്കമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഈമാൻ കൈക്കൊണ്ടിരുന്നു. ഹസ്രത്ത് സയ്യിദിന്റെ ഭാര്യ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹസ്രത്ത് ഉമറിന് ഇസ്ലാം ലഭിക്കാൻ കാരണമായി. അതിനെക്കുറിച്ചുള്ള വിശദീകരണം ഹസ്രത്ത് ഖബാബ് ബിൻ അറത്തിന്റെ വിവരണത്തിൽ മുമ്പ് പറഞ്ഞതാണ്. എന്നാൽ ഇവിടെ സയ്യിദിനെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ ചുരുങ്ങിയ നിലയിൽ വിവരിക്കാം. ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാബ് സീറത്ത് ഖാത്തമുൻ നബിയിൽ എഴുതുന്നു, ഹസ്രത്ത് ഹംസ
ഇസ്ലാം സ്വീകരിച്ചതിന് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം തന്നെ അള്ളാഹു മുസ്ലിങ്ങൾക്ക് മറ്റൊരു സന്തോഷത്തിനുള്ള അവസരവും നൽകി. അതായത് ഇസ്ലാമിന്റെ കഠിന വിരോധിയായ ഹസ്രത്ത് ഉമറും മുസ്ലിമായി. ഹസ്രത്ത് ഉമർ വളരെ പരുക്കൻ സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു. അത് അദ്ദേഹത്തിന്റെ പ്രകൃതത്തിലുണ്ടായിരുന്നു. എന്നാൽ ഇസ്ലാമിനോടുള്ള ശത്രുത കാരണം അത് വർദ്ധിച്ചു വന്നു. അങ്ങനെ ഇസ്ലാം സ്വീകരിക്കുന്നതിനു മുമ്പ് വളരെ ദരിദ്രരും ദുർബലരുമായ മുസ്ലിങ്ങളെ ഇസ്ലാം സ്വീകരിച്ചു എന്ന ഒരു കാരണം കൊണ്ട് മാത്രം അദ്ദേഹം ബുദ്ധിമുട്ടിക്കുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം കരുതി, ഞാൻ ഇവരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, എന്നാൽ ഇവർക്ക് യാതൊരു മാറ്റവും വരുന്നില്ല, ഇവർ ഈമാനിൽ ദൃഢമായി ഉറച്ചു നിൽക്കുന്നു, അതുകൊണ്ട് ഈ ഫിത്ന തുടങ്ങിയ ആളെ തന്നെ അങ്ങ് തീർത്തേക്കാം. ഈ ഉദ്ദേശത്തോടുകൂടി അദ്ദേഹം വീട്ടിൽ നിന്നും ഊരിപ്പിടിച്ച വാളുമായി ഇറങ്ങി വഴിമധ്യേ ഒരു വ്യക്തിയെ കണ്ടു. അയാൾ ഉമറിനോട് ചോദിച്ചു, അല്ലയോ ഉമർ, എന്താണ് ഇത്ര ദേഷ്യത്തോടുകൂടി ഊരിപ്പിടിച്ച വാളുമായി എങ്ങോട്ടേക്കാണ് പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാനിന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഥ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ആദ്യം സ്വന്തം വീട്ടിലെ കാര്യം നോക്കുക, താങ്കളുടെ സഹോദരിയുടെ ഭർത്താവും മുസ്ലിമായിരിക്കുന്നു. അത് കേട്ടപ്പോൾ ഹസ്രത്ത് ഉമർ വേഗം തന്നെ തന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് തിരിച്ചു. വീടിന് അടുത്ത് എത്തിയപ്പോൾ അകത്തു നിന്നും ഖുറാന്റെ പാരായണം കേൾക്കുന്നുണ്ടായിരുന്നു. ഖബാബ് ബിൻ അറത്ത് വളരെ ശബ്ദമാധുരിയോടുകൂടി ഖുറാൻ പാരായണം ചെയ്യുകയായിരുന്നു. ഇത് കേട്ടപ്പോൾ ഹസ്രത്ത് ഉമറിന് ദേഷ്യം വീണ്ടും കൂടി. പെട്ടെന്ന് തന്നെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. ബഹളം കേട്ടതും പെട്ടെന്ന് ഖബാബ് എവിടെയോ ചെന്നൊളിച്ചു. ഫാത്തിമയും തന്റെ കയ്യിലുള്ള ഖുറാന്റെ താളുകൾ അവിടെ ഇവിടെയായി ഒളിപ്പിച്ചു വെച്ചു. ഹസ്രത്ത് ഉമർ രണ്ടുപേരോടുമായി പറഞ്ഞു, നിങ്ങൾ സ്വന്തം ദീൻ ഉപേക്ഷിച്ചുവല്ലേ? അങ്ങനെ പറഞ്ഞ് സെയ്ദ് ബിൻ സെയ്ദിന്റെ മേൽ ആക്രമണം നടത്തി. ഫാത്തിമ ഇടയിൽ വന്നതുകൊണ്ട് ഫാത്തിമക്കും പരിക്കേറ്റു. പരിക്കേറ്റ ശേഷവും ധൈര്യപൂർവം ഫാത്തിമ ഇപ്രകാരം പറഞ്ഞു, അല്ലയോ ഉമർ, ഞങ്ങൾ മുസ്ലിം ആയിരിക്കുന്നു, താങ്കൾക്ക് പറ്റുന്നത് താങ്കൾ ചെയ്തു കൊള്ളുക, എന്നാൽ ഞങ്ങൾ ഒരിക്കലും ഇസ്ലാം ഉപേക്ഷിക്കുകയില്ല. ധീരതയോടുകൂടിയുള്ള തന്റെ സഹോദരിയുടെ സംഭാഷണം കേട്ടതും ഹസ്രത്ത് ഉമർ മുഖമുയർത്തി നോക്കി. അപ്പോൾ തന്റെ സഹോദരിയുടെ മുഖത്തു നിന്നും ചോര ഒലിക്കുന്നത് അദ്ദേഹം കണ്ടു. അത് കണ്ടപ്പോൾ ഉമറിന് അസ്വസ്ഥതയുണ്ടായി. ഉമർ വേഗം ചോദിച്ചു, നിങ്ങൾ ഓതിക്കൊണ്ടിരുന്ന വചനം എവിടെയാണ്? അത് എനിക്ക് കാണിച്ചു തരിക. ഫാത്തിമ പറഞ്ഞു, അത് അങ്ങനെ ഞാൻ തരില്ല, കാരണം ആ താളുകൾ താങ്കൾ നശിപ്പിക്കും. ഉമർ പറഞ്ഞു, ഇല്ല, ഞാനത് നിങ്ങൾക്ക് തിരിച്ചു തരും. ഫാത്തിമ പറഞ്ഞു, എന്നാൽ പോയി അംഗശുദ്ധി വരുത്തി വരിക. അങ്ങനെ അംഗശുദ്ധിക്ക് ശേഷം വന്നപ്പോൾ ഹദരത്ത് ഫാത്തിമ ഖുറാന്റെ താളുകൾ എടുത്ത് ഉമറിന് കൊടുത്തു. ഉമർ സൂറ താഹയിലെ ആദ്യ ആയത്തുകളായിരുന്നു അതിലുണ്ടായിരുന്നത്. വളരെ ഹൃദയ സാന്നിധ്യത്തോടുകൂടി വായിക്കാൻ തുടങ്ങി. വായിച്ചു തുടങ്ങിയതും സൽപ്രകൃതമായതുകൊണ്ടും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ ഉള്ളതുകൊണ്ടും ഓരോരോ വചനങ്ങളും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങി. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ രണ്ട് ആയത്തുകളിലെത്തി. ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഖിമിസ് സ്വലാത്ത ലിസിക്രി ഇന്ന സഅത ആതിയത്തുൻ അകാദു ഉഖ്തിഹാ ലിതജ്സിയ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ. അതായത്, ഞാൻ ഈ ലോകത്തിന്റെ സ്രഷ്ടാവാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല, അതിനാൽ എന്നെ നീ ആരാധിക്കുകയും എന്നെ ഓർമ്മിക്കുന്നതിനായി നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും ചെയ്യുക. തീർച്ചയായും വാഗ്ദാനം ചെയ്യപ്പെട്ട സമയം വരിക തന്നെ ചെയ്യും. ഓരോരുത്തർക്കും താൻ പ്രയത്നിക്കുന്നതിന് തക്ക പ്രതിഫലം നൽകുന്നതിനായി ഞാനത് ഇപ്പോൾ ഗോപ്യമാക്കി വച്ചിരിക്കുന്നു. ഹസ്രത്ത് ഉമർ ഈ ആയത്ത് പാരായണം ചെയ്തപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറന്നു. അനിയന്ത്രിതമായി അദ്ദേഹം പറഞ്ഞു, എത്ര അത്ഭുതകരമായ വചനങ്ങളാണ്, എത്ര പരിശുദ്ധമായ വചനങ്ങളാണിത്. ഖബാബ് ഇത് കേട്ടതും പുറത്തേക്ക് വന്നു. അള്ളാഹുവിന് നന്ദി പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈ മാറ്റം വന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ ഫലമായാണ്. കാരണം അള്ളാഹു ആണ്, ഞാൻ ഇന്നലെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ദുആ ചെയ്യുന്നതായി കേട്ടു. അല്ലയോ അള്ളാഹുവേ, ഉമർ ബിൻ ഖത്താബ് അല്ലെങ്കിൽ അമർ ബിൻ ഹിഷാം, അതായത് അബൂ ജഹൽ, ഇവർ രണ്ടിൽ ഏതെങ്കിലും ഒരാളെ ഇസ്ലാമിന് പ്രദാനം ചെയ്താലും. എന്നാലും ഹസ്രത്ത് ഉമർ ഇത് കേട്ടപ്പോൾ ഹസ്രത്ത് ഖബാബിനോട് ചോദിച്ചു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണെന്ന് എനിക്ക് പറഞ്ഞു തരിക. അദ്ദേഹം
വാൾ ഉറയിൽ ഇടാതെ തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ചു പോയി. ദാറെ അർക്കമിലായിരുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് സബാബ് പറഞ്ഞു കൊടുത്തപ്പോൾ ഹദരത്ത് ഉമർ അങ്ങോട്ടേക്ക് പോയി. വാതിൽക്കലെത്തിയതും ശക്തിയോടെ കതക് മുട്ടി. സഹാബാക്കൾ വാതിൽ പൊളിയുടെ ഉള്ളിലൂടെ നോക്കിയപ്പോൾ ഹദരത്ത് ഉമർ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്നു. അവർ വാതിൽ തുറക്കാൻ മടിച്ചു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വാതിൽ തുറക്കുക. ഹദരത്ത് ഹംസയും അവിടെ ഉണ്ടായിരുന്നു. ഹദരത്ത് ഹംസ പറഞ്ഞു, വാതിൽ തുറന്നുകൊള്ളുക. നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് വന്നതെങ്കിൽ അദ്ദേഹത്തിന് നല്ലത്. ഇനി ഉദ്ദേശം ശുദ്ധമല്ലെങ്കിൽ ആ വാളുകൊണ്ട് അയാളുടെ തല ഞാൻ കൊയ്യുന്നതായിരിക്കും. വാതിൽ തുറന്നപ്പോൾ ഹദരത്ത് ഉമർ ഊരിപ്പിടിച്ച വാളുമായി അകത്തേക്ക് വന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉമർ, നിന്റെ ഉദ്ദേശം എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കോന്തല പിടിച്ചു വലിച്ചു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹ്, എനിക്ക് മുസ്ലിം ആകണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ട് വളരെ സന്തോഷവാനായിക്കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. സഹാബാക്കൾ എഴുതുന്നു, എത്ര ഉറക്കെയായിരുന്നു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതെന്നാൽ മക്കയിലുള്ള കുന്നുകളിൽ അതിന്റെ മാറ്റുലി കേൾക്കുമാറായി. ഹദ്രത്ത് സയ്യിദ് ഹദ്രത്ത് ഉമറിന്റെ ഇസ്ലാം സ്വീകരിക്കുന്നതിനുള്ള നിമിത്തമായി ഹദ്രത്ത് സയ്യിദ് ബിൻ സെയ്ദ് ആദ്യകാല മുഹാജിരിങ്ങളിൽ പെടുന്നു. മദീനയിൽ എത്തിയപ്പോൾ ഹദ്രത്ത് റിഫാ ബിൻ അബ്ദുൽ മുൻസറിന്റെ, അതായത് ഹദ്രത്ത് അബുൽ ബാബയുടെ സഹോദരന്റെ അടുത്തായിരുന്നു അദ്ദേഹം തങ്ങിയത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഹദ്രത്ത് റാഫി ബിൻ മാലിക്കുമായി സഹോദര ബന്ധത്തിൽ ഏർപ്പെടുത്തി. മറ്റൊരു നിവേദന പ്രകാരം ഹദ്രത്ത് അബി ബിൻ കാബുമായായിരുന്നു സഹോദര ബന്ധം സ്ഥാപിച്ചത്. ഹദ്രത്ത് സയ്യിദ് ബിൻ സെയ്ദ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നില്ല. എന്നിരുന്നാലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് യുദ്ധം മുതൽ നൽകി. അതായത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും തരത്തിൽ ബദറുമായി ബന്ധപ്പെടുത്തിയ എല്ലാവരെയും ഞാൻ ബദരി സഹാബിയായാണ് ഗണിക്കുന്നത്. എന്തുകൊണ്ടായിരുന്നു ഹദ്രത്ത് തൽഹ ഇബ്നു ഉബൈദുള്ളയുടെ പരാമർശത്തിൽ ഇക്കാര്യം ഞാൻ വിവരിച്ചതാണ്. ഇത് 2-3 മാസം മുമ്പാണ്. എന്നാലും ഇവിടെ ആവശ്യമായി വന്നതുകൊണ്ട് ഞാൻ പറയാം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശിന്റെ ഒരു യാത്രാ സംഘം സിറിയയിലേക്ക് തിരിച്ചു എന്ന വിവരം ലഭിച്ചപ്പോൾ അങ്ങ് മദീനയിലേക്ക് പുറപ്പെടുന്നതിന് 10 ദിവസം മുമ്പ് തന്നെ ഹദ്രത്ത് തൽഹ ബിൻ ഉബൈദുള്ളയെയും ഹദ്രത്ത് സയ്യിദ് ബിൻ സെയ്ദിനെയും ആ യാത്രാ സംഘത്തെ കുറിച്ച് അറിയാൻ വേണ്ടി അയച്ചു. ഇവർ രണ്ടുപേരും ഔറ എന്ന സ്ഥലത്തെത്തി അവിടെ തന്നെ തങ്ങി. അപ്പോൾ അതിലൂടെ ആ യാത്രാ സംഘം കടന്നുപോയി. ഔറ എന്ന് പറയുന്നത് റെഡ് സീയുടെ അടുത്തുള്ള ഒരു താവളമാണ്. ഹിജാസിൽ നിന്നും സിറിയയിലേക്ക് പോകുന്നവർ അതിലൂടെയാണ് കടന്നു പോകാറുള്ളത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹദ്രത്ത് തൽഹയും ഹദ്രത്ത് സയ്യിദും തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ അവിടം അവർ വിട്ടു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ വിളിച്ച് ഖുറൈശിന്റെ സംഘത്തെ പിന്തുടർന്നുകൊണ്ട് പുറപ്പെട്ടു. എന്നാൽ ആ സംഘം സമുദ്ര തീരത്ത് നേരെ സഞ്ചരിക്കാതെ വളഞ്ഞ മാർഗം സ്വീകരിക്കുകയും പിന്തുടരുന്നവർക്ക് വഴി തെറ്റുന്ന വിധത്തിൽ അസാധാരണമായ വഴി സ്വീകരിക്കുകയും വളരെയധികം ദ്രുതഗതിയിൽ രാപ്പകൽ ഭേദമില്ലാതെ സഞ്ചരിക്കുകയും ചെയ്തു. ആരും അവരെ കണ്ടുമുട്ടരുത് എന്ന നിലക്കായിരുന്നു അവർ സഞ്ചരിച്ചിരുന്നത്. ഹദ്രത്ത് തൽഹ ബിൻ ഉബൈദുള്ളയും ഹദ്രത്ത് സയ്യിദ് ബിൻ സെയ്ദും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ആ സംഘത്തെക്കുറിച്ച് പറയാനായി മദീനയിലേക്ക് പോയി. അവർ രണ്ടുപേർക്കും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന് വേണ്ടി പുറപ്പെട്ട വിവരം അറിയുമായിരുന്നില്ല. മദീനയിൽ അവർ എത്തുന്ന ദിവസം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളുമായി ബദർ യുദ്ധം നടത്തിയിരുന്നു. ഇവർ രണ്ടുപേരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനായി മദീനയിലേക്ക് പോയപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് വരുന്ന വഴി തർബാനിൽ വെച്ച് ഇവരെ കണ്ടു. തർബാൻ മദീനയിൽ നിന്ന് 19 മൈൽ അകലെയുള്ള ഒരു താഴ്വരയാണ്. അവിടെ ഒരുപാട് മധുരമുള്ള വെള്ളം കിട്ടുന്ന കിണറുകളുണ്ട്. ബദർ യുദ്ധത്തിനായി പോകുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തങ്ങിയിരുന്നു. എന്നാൽ ഈ യാത്രാ സംഘം കച്ചവട സംഘമായിരുന്നു. അവർ യുദ്ധ ഉദ്ദേശത്തോടുകൂടി വന്നതായിരുന്നില്ല. എന്നാൽ യുദ്ധ ഉദ്ദേശത്തോടുകൂടി മറ്റൊരു സംഘം പിറകെ വരുന്നുണ്ടായിരുന്നു. അതേക്കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിവുണ്ടായിരുന്നില്ല. എന്നാലും ഈ യാത്രാ സംഘത്തിന്റെ നിയത്ത് എന്താണ് എന്നറിയാനായിരുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്ര തിരിച്ചത്.
എന്തായാലും യുദ്ധം നടന്നു. ഹസ്രത്ത് അലിയും ഹസ്രത്ത് സയ്യിദും യുദ്ധത്തിൽ പങ്കെടുത്തില്ലെങ്കിലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് യുദ്ധമുതൽ നിന്നും പങ്കു നൽകുകയുണ്ടായി. ഇവരെ ബദരി സഹാബാക്കളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. അത് സയ്യിദ് ബിൻ സെയ്ദ് അഷ്റ മുബഷ്റ, അതായത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ തന്നെ സ്വർഗത്തിന് അവകാശികൾ എന്ന് സുവാർത്ത നൽകിയ 10 സഹാബാക്കളിൽ പെടുന്നു. ഹദരത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് വിവരിക്കുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, തൽഹ, സുബൈർ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സഅദ് ബിൻ അബി വക്കാസ്, സയ്യിദ് ബിൻ സെയ്ദ്, അബൂ ഉബൈദ ബിൻ ജറാഹ് എന്നിവരെയൊക്കെ പേരെടുത്തുകൊണ്ട് സ്വർഗസ്ഥരാണെന്ന് പറയുകയുണ്ടായി. സയ്യിദ് ബിൻ സെയ്ദ് നിവേദനം ചെയ്യുന്നു, സ്വർഗസ്ഥരായ 9 പേരെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. 10ാമത്തെ ആളെ കുറിച്ച് പറഞ്ഞാലും അത് പാപമാകുകയില്ല. അപ്പോൾ ആളുകൾ ചോദിച്ചു, അതെങ്ങനെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിറ പർവ്വത മുകളിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ പർവ്വതം ഒന്ന് കുലുങ്ങി. അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ ഹിറ, അടങ്ങുക. നിന്റെ മുകളിൽ നബി, സിദ്ദീഖ്, ഷഹീദ് എന്നിവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആരോ ചോദിച്ചു, 10 സ്വർഗസ്ഥർ ആരൊക്കെയാണ്? അപ്പോൾ ഹദ്രത്ത് സയ്യിദ് ബിൻ സെയ്ദ് പറഞ്ഞു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, തൽഹ, സുബൈർ, സഅദ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്നീ പേരുകൾ പറയുകയുണ്ടായി. അപ്പോൾ ചോദിച്ചു, 10ാമത്തെ ആൾ ആരാണ്? അപ്പോൾ ഹദ്രത്ത് സയ്യിദ് ബിൻ സെയ്ദ് പറഞ്ഞു, അത് ഞാനാണ്. സയ്യിദ് ബിൻ ജുബൈർ വിവരിക്കുന്നു, ഹദ്രത്ത് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, തൽഹ, സുബൈർ, സഅദ്, അബ്ദുറഹ്മാൻ, ഹദ്രത്ത് സയ്യിദ് ബിൻ സെയ്ദ് എന്നിവർ യുദ്ധം ചെയ്യുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പാകെ നിന്നുകൊണ്ട് പ്രതിരോധ നിര തീർക്കുമായിരുന്നു. അതുപോലെ നമസ്കാരത്തിൽ എപ്പോഴും പിറകിലും നിലകൊള്ളുമായിരുന്നു. ഹക്കീം ബിൻ മുഹമ്മദ് തന്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, അദ്ദേഹം ഹദ്രത്ത് സയ്യിദ് ബിൻ സെയ്ദിന്റെ മോതിരത്തിൽ ഖുറാന്റെ ആയത്ത് എഴുതിയതായി കണ്ടു. ഹദ്രത്ത് ഉമറിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ സിറിയയിലേക്കുള്ള യുദ്ധത്തിൽ ഹദ്രത്ത് സയ്യിദ് ബിൻ സെയ്ദ്, ഹദ്രത്ത് അബൂ ഉബൈദ എന്നിവർ ആയിരുന്നു കാലാൾ പടയുടെ നേതാക്കളായി നിശ്ചയിക്കപ്പെട്ടിരുന്നത്. ഡമാസ്കസ് വളഞ്ഞപ്പോഴും അതുപോലെ യർമൂക്കിന്റെ നിർണായക യുദ്ധത്തിലും ഇവർ ധീരതയോടുകൂടി പോരാടുകയുണ്ടായി. യുദ്ധ അവസരത്തിൽ തന്നെ ഹദ്രത്ത് സയ്യിദ് ബിൻ സെയ്ദിനെ ഡമാസ്കസിലെ ഗവർണറായി നിശ്ചയിക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ഹദ്രത്ത് ഉബൈദക്ക് ഇപ്രകാരം എഴുതി, നിങ്ങൾ എല്ലാവരും ജിഹാദ് ചെയ്യുമ്പോൾ എനിക്ക് അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ കത്ത് കിട്ടിയ ഉടൻ മറ്റൊരാളെ എന്റെ സ്ഥാനത്തേക്ക് അയക്കണം. ഞാൻ പെട്ടെന്ന് തന്നെ താങ്കളുടെ അടുത്ത് വരുന്നതാണ്. അങ്ങനെ ഹസ്രത്ത് ഉബൈദ നിർബന്ധിതനായിക്കൊണ്ട് യസീദ് ബിൻ അബു സുഫിയാനെ അയച്ചു. ഹസ്രത്ത് സയ്യിദ് ബിൻ സെയ്ദ് രണ്ടാമതും യുദ്ധത്തിൽ പങ്കുകൊണ്ടു. ഹസ്രത്ത് സയ്യിദ് ബിൻ സെയ്ദിന് മുമ്പാകെ ഒരുപാട് വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ആഭ്യന്തര യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം തന്റെ തഖ്വ നിമിത്തമായി ഈ കലഹങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്നിരുന്നു. എന്നാൽ തന്റെ പക്ഷം, തന്റെ നിലപാട് അദ്ദേഹം സ്വതന്ത്രമായി തന്നെ വെക്കുമായിരുന്നു. ഹദ്രത്ത് ഉസ്മാൻ ഷഹീദായപ്പോൾ കൂഫയിലെ ഒരു പള്ളിയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, ഉസ്മാനോട് നിങ്ങൾ പെരുമാറിയത് കാരണം ഉഹദ് മല കുലുങ്ങിയാൽ പോലും അതിശയിക്കേണ്ടതില്ല. അതുപോലെ ഒരു ദിവസം കൂഫയിലെ ജാമ മസ്ജിദിൽ മുഗൈറ ബിൻ ഷഅബ ഹദ്രത്ത് അലിയുടെ അന്തസ്സിന് നിരക്കാത്ത നിലയിൽ സംസാരിച്ചപ്പോൾ ഹദ്രത്ത് സയ്യിദ് ബിൻ സെയ്ദ് പറഞ്ഞു, അല്ലയോ മുഗൈറ ബിൻ ഷഅബ് 3 തവണ വിളിച്ചുകൊണ്ട് പറഞ്ഞു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സ്വർഗത്തിന് അവകാശികൾ എന്ന് പറഞ്ഞതിൽ ഹദ്രത്ത് അലിയുമുണ്ട്. ഹദ്രത്ത് സയ്യിദ് ബിൻ സെയ്ദ് ദ്വാ സ്വീകാര്യത ലഭിച്ച വ്യക്തിയായിരുന്നു. ഒരിക്കൽ ഒരു ഭൂമി കൈയടക്കി എന്ന ഒരു ആരോപണം അദ്ദേഹത്തിന് മേൽ ഉയർന്നു. അതിന്റെ വിവരണം ഇപ്രകാരമാണ്: ഹദ്രത്ത് സയ്യിദ് ബിൻ സെയ്ദിന്റെ ഭൂമിയോട് ചേർന്നിട്ടുള്ള ഒരു ഭൂമി ഉർവ ബിൻത് ഉബൈസ് എന്ന സ്ത്രീയുടേതായിരുന്നു. അവർ ഹദ്രത്ത് മുആവിയയുടെ മദീനയിലെ ഗവർണറായ മർവാൻ ബിൻ ഹക്കമിന്റെ അടുത്ത് വന്ന് പരാതി ബോധിപ്പിച്ചു. സയ്യിദ് അതിക്രമിച്ച് എന്റെ ഭൂമി കൈയടക്കിയിരിക്കുന്നു. മർവാൻ അന്വേഷണത്തിന് ആളെ വിട്ടപ്പോൾ അവരോട് ഹദ്രത്ത് സയ്യിദ് പറഞ്ഞു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ആരാണോ അതിക്രമിച്ച് ഒരു ചാൺ ഭൂമിയെങ്കിലും കയ്യേറുന്നത്, ഖിയാമത്ത് നാൾ
7 ഭൂമിയുടെ ഭാരം അയാളുടെ കഴുത്തിൽ ഇടപെടുന്നതായിരിക്കും. ഇത് കേട്ട ശേഷം ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവേ, ഉർവ കളവാണ് പറയുന്നതെങ്കിൽ അവൾ മരിക്കുന്നതിനു മുമ്പ് അന്ധയായിത്തീരുകയും അതുപോലെ തന്നെ വീട്ടിനോട് ചേർന്നിട്ടുള്ള കിണറിൽ അവളുടെ ഖബറായിത്തീരുകയും ചെയ്യണമേ. എഴുതുന്നു, ഉർവ ആദ്യം അന്ധയായി, അതിനുശേഷം ഒരു ദിവസം നടക്കുമ്പോൾ വീട്ടിലെ കിണറിൽ വീണ് മരിക്കുകയും ചെയ്തു. അതിനുശേഷം മദീനക്കാർ ആമാക്കല്ലാഹു കമ ആമാ ഉർവ എന്ന ഒരു ചൊല്ലു തന്നെ പറയാൻ തുടങ്ങി. അതായത്, അള്ളാഹു ഉർവയെ അന്ധയാക്കിയതുപോലെ നിന്നെയും അന്ധനാക്കട്ടെ. ഹദ്റത്ത് സയ്യിദ് ബിൻ സെയ്ദ് 50-51 ഹിജ്രിയിൽ ഏകദേശം 70 വയസ്സ് പ്രായമുള്ളപ്പോൾ ജുമാ ദിവസമാണ് വഫാത്തായത്. ചില നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ 70-ന് മുകളിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. മദീനയുടെ ചുറ്റുപാടുമുള്ള അക്കീഖ് എന്ന ഒരു സ്ഥലത്തായിരുന്നു അദ്ദേഹം സ്ഥിരതാമസമാക്കിയിരുന്നത്. അക്കീഖ് എന്ന പേരിൽ അറേബ്യയിൽ ഒരുപാട് താഴ്വരകൾ ഉണ്ടെങ്കിൽ കൂടി മദീനയിലുള്ള ഈ അക്കീഖാണ് അവയിൽ ഏറ്റവും പ്രധാനം ഉള്ളത്. മദീനയുടെ തെക്ക് പടിഞ്ഞാറ് നിന്നും വടക്ക് കിഴക്കേക്ക് ആണ് ഈ അക്കീഖ് സ്ഥിതി ചെയ്യുന്നത്. അത് മദീന മുനവറയിലുള്ള എല്ലാ താഴ്വരകളുടെയും സംഗമ ഭൂമി കൂടിയാണ്. എന്തായാലും ഹദ്റത്ത് അബ്ദുള്ള ബിൻ ഉമർ ജുമാക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഹദ്റത്ത് സയ്യിദിന്റെ വഫാത്തിനെ കുറിച്ച് അറിഞ്ഞു. അപ്പോൾ അദ്ദേഹം ജുമാക്ക് പോകാതെ അക്കീഖിലേക്ക് പോയി. ഹദ്റത്ത് സയ്യിദ് ബിൻ അബി വക്കാസ് ആയിരുന്നു കുളിപ്പിച്ചത്. മൃതദേഹം ജനങ്ങൾ ചുമലിലേറ്റിക്കൊണ്ട് മദീനയിലേക്ക് കൊണ്ടുവന്നു. ഹദ്റത്ത് അബ്ദുള്ള ബിൻ ഉമർ ആയിരുന്നു ജനാസ നമസ്കരിപ്പിച്ചത്. മദീനയിലായിരുന്നു അദ്ദേഹം മറവാടപ്പെട്ടത്. മറ്റൊരു നിവേദന പ്രകാരം ഹദ്റത്ത് അബ്ദുള്ള ബിൻ ഉമർ ഹദ്റത്ത് സയ്യിദ് ബിൻ സെയ്ദിന്റെ വഫാത്തിന്റെ വാർത്ത കേട്ടപ്പോൾ ജുമാക്ക് വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം ജുമാക്ക് പോകാതെ അങ്ങോട്ടേക്ക് പോയി അദ്ദേഹത്തെ കുളിപ്പിച്ചു, സുഗന്ധം പൂശി ജനാസ നമസ്കരിപ്പിച്ചു. എന്നാൽ ആയിഷ ബിൻത് സാദ് നിവേദനം ചെയ്യുന്നു, സയ്യിദ് ബിൻ സെയ്ദിന് ഹദ്റത്ത് സാദ് ബിൻ വക്കാസ് ആയിരുന്നു കുളിപ്പിച്ചതും സുഗന്ധം പൂശിയതും. തുടർന്ന് അദ്ദേഹം വീട്ടിലേക്ക് വന്ന് കുളിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പറഞ്ഞു, സയ്യിദ് ബിൻ സെയ്ദിനെ കുളിപ്പിച്ചത് കൊണ്ടല്ല ഞാൻ കുളിച്ചത്, ചൂട് കാരണമാണ് ഞാൻ കുളിച്ചത്. ഹദ്റത്ത് സയ്യിദ് ബിൻ സെയ്ദിന്റെ ജനാസ നമസ്കാരം ഹദ്റത്ത് അബ്ദുള്ള ബിൻ ഉമർ ആയിരുന്നു നമസ്കരിപ്പിച്ചത്. ഹദ്റത്ത് സാദ് ബിൻ അബി വക്കാസ്, അബ്ദുള്ള ബിൻ അമർ ഇവർ രണ്ടുപേരും ഖബറിൽ ഇറങ്ങിക്കൊണ്ട് മൃതദേഹം വെച്ചു. ഹദ്റത്ത് സയ്യിദ് ബിൻ സെയ്ദ് പല സമയങ്ങളിലായി 10 വിവാഹം കഴിച്ചു. ആ ഭാര്യമാരിൽ 13 ആൺകുട്ടികളും 19 പെൺകുട്ടികളും ജനിച്ചു. അടുത്തത് ചുരുങ്ങിയ നിലയിൽ ഹദ്റത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ കുറിച്ച് വിവരിക്കാം. ഹദ്റത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ പേര് ജാഹിലിയ കാലഘട്ടത്തിൽ അബ്ദെ അമ്ര എന്നായിരുന്നു. മറ്റൊരു നിവേദന പ്രകാരം അബ്ദുൽ കാബ് എന്നും ആയിരുന്നു. ഇസ്ലാം സ്വീകരിക്കുന്നതിന് ശേഷമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പേര് അബ്ദുറഹ്മാൻ എന്ന് വെച്ചത്. അദ്ദേഹം ബനു സുഹ്റ ബിൻ കലാബ് ഗോത്രവുമായാണ് ബന്ധമുള്ളത്. സഹല ബിൻത് ആസിം നിവേദനം ചെയ്യുന്നു, ഹദ്റത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് വെളുത്ത നിറമുള്ള സുന്ദരമായ കണ്ണുകളുള്ള നീണ്ട കൺപീലികളുള്ള നീണ്ട മൂക്കുള്ള വ്യക്തിയായിരുന്നു. മുൻനിര പല്ലുകളിൽ അണപ്പല്ല് കുറച്ച് നീളം കൂടിയതായിരുന്നു. കാതോളം അദ്ദേഹത്തിന്റെ മുടി നീണ്ടിരുന്നു, കഴുത്ത് നീണ്ടിരുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ മുഷ്ടികൾ ശക്തിയുള്ളതും അതുപോലെ അദ്ദേഹത്തിന്റെ വിരലുകൾ തടിച്ചതുമായിരുന്നു. ഇബ്രാഹിം ഇബ്നു സാദ് തന്റെ പിതാവിൽ നിന്നും നിവേദനം ചെയ്യുന്നു, ഹദ്റത്ത് അബ്ദുറഹ്മാൻ പൊക്കം കൂടിയ വെളുത്ത എന്നാൽ ചുവന്ന നിറമുള്ള അതുപോലെ സുന്ദരവദനായ മൃദുവായ തൊലിയുള്ള താടിയിലോ മുടിയിലോ ഡൈ ചെയ്യാത്ത വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ കാലിൽ മുടന്തുണ്ടായിരുന്നു. ഈ മുടന്തിന് കാരണം ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹത്തിന് ദൈവമാർഗത്തിൽ പരിക്കേറ്റതായിരുന്നു. ഹദ്റത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്
സ്വർഗത്തെക്കുറിച്ച് സുവാർത്ത ലഭിച്ച 10 സഹാബാക്കളിൽ പെടുന്നു. അതുപോലെ ഹസ്രത്ത് ഉമർ ഖിലാഫത്തിനെ തിരഞ്ഞെടുക്കാനായി 6 അംഗ ഷൂറ സമിതി നിശ്ചയിച്ചതിൽ അദ്ദേഹവും പെടുന്നു. ഈ 6 പേരെ കുറിച്ച് ഹസ്രത്ത് ഉമർ പറഞ്ഞിരിക്കുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ ഇവരെ കുറിച്ച് തൃപ്തനായിരുന്നു എന്നായിരുന്നു. ഹസ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് 10 വർഷങ്ങൾക്ക് ശേഷമാണ് ജനിച്ചത്. ഹസ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ മദ്യം സ്വയം ഹറാമാണ് എന്ന് കണക്കാക്കിയ ചുരുക്കം ചിലരിൽ പെടുന്നു. ഹസ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ആദ്യകാല 8 മുസ്ലിങ്ങളിൽ പെടുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ദാറെ അർക്കമിലേക്ക് തബ്ലീഗ് കേന്ദ്രം മാറ്റിയതിന് മുമ്പ് തന്നെ ഹദ്രത്ത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ തബ്ലീഗിന്റെ ഫലമായി അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഹദ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഹബ്ഷയിലേക്ക് പോയ 2 ഹിജ്റത്തിലും പങ്കുചേർന്നിരുന്നു. സഹീഹ് ബുഖാരിയുടെ നിവേദന പ്രകാരം ഹദ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് നിവേദനം ചെയ്യുന്നു, ഞങ്ങൾ മദീനയിലെത്തിയപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെയും സാദ് ബിൻ റബിയെയും സഹോദര ബന്ധത്തിൽ ഏർപ്പെടുത്തി. സാദ് ബിൻ റബി പറഞ്ഞു, ഞാൻ അൻസാറുകളിൽ വെച്ച് ഏറ്റവും ധനവാനാണ്. സാദ് ബിൻ റബീനെ കുറിച്ചുള്ള റിവായത്ത് വന്നിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞതാണ് ഇക്കാര്യം. അദ്ദേഹം തുടർന്ന് പറഞ്ഞു, എന്റെ സമ്പത്തിന്റെ പകുതി ഞാൻ താങ്കൾക്ക് തരാം. എന്റെ 2 ഭാര്യമാരിൽ താങ്കൾ ഇഷ്ടപ്പെട്ടവളെ ഞാൻ ഒഴിവാക്കാം. അവളുടെ ഇദ്ദ കാലാവധി കഴിഞ്ഞതിന് ശേഷം താങ്കൾക്ക് അവളെ നിക്കാഹ് ചെയ്യാം. ഇത് കേട്ടപ്പോൾ ഹദ്രത്ത് അബ്ദുറഹ്മാൻ ഹദ്രത്ത് സാദിനോട് പറഞ്ഞു, അള്ളാഹു താങ്കളുടെ കുടുംബത്തിലും ധനത്തിലും ബർക്കത്ത് ചൊരിയുമാറാകട്ടെ. എനിക്ക് അതിന്റെ യാതൊരു ആവശ്യവുമില്ല. ഇവിടെ ഏതെങ്കിലും മാർക്കറ്റ് ഉണ്ടോ കച്ചവടം ചെയ്യുന്നതായി? അപ്പോൾ ഹദ്രത്ത് സാദ് പറഞ്ഞു, കേൻക എന്ന ഒരു മാർക്കറ്റ് ഉണ്ട്. ഹദ്രത്ത് അബ്ദുറഹ്മാന് ഇത് അറിഞ്ഞപ്പോൾ പിറ്റേന്ന് രാവിലെ തന്നെ അദ്ദേഹം അങ്ങോട്ട് പോയി കച്ചവടം നടത്തി. അവിടെ നിന്നും ലാഭമായി പനീറും ഘീയും കൊണ്ടുവന്നു. അത് എടുത്ത് ഹദ്രത്ത് സാദിന്റെ വീട്ടുകാരുടെ അടുത്തേക്ക് വന്നു. പിന്നീട് എല്ലാ ദിവസവും രാവിലെ അദ്ദേഹം മാർക്കറ്റിൽ പോകുകയും കച്ചവടം ചെയ്യുകയും ലാഭം നേടുകയും ചെയ്യുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഹദ്രത്ത് അബ്ദുറഹ്മാൻ വന്നു. അദ്ദേഹം കുങ്കുമം പൂശിയിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ വിവാഹം കഴിഞ്ഞോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞു. അപ്പോൾ ചോദിച്ചു, ആരുമായാണ് വിവാഹം നടന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അൻസാറിലുള്ള ഒരു സ്ത്രീയുമായി. അപ്പോൾ ചോദിച്ചു, മഹർ എത്ര കൊടുത്തു? അദ്ദേഹം പറഞ്ഞു, 1 കിഴി സ്വർണം കൊടുത്തു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ആടിനെ അറുത്തായാലും ശരി വലീമ നടത്തുക. ഹദ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് നിവേദനം ചെയ്യുന്നു, ആ സമയത്ത് എനിക്ക് നല്ല അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഏതെങ്കിലും ഒരു കല്ല് ഞാൻ എടുത്താൽ അതിന്റെ താഴെ സ്വർണമോ വെള്ളിയോ എനിക്ക് ലഭിക്കും എന്ന നിലയിൽ അള്ളാഹു എന്റെ കച്ചവടത്തിൽ ബർക്കത്ത് ചൊരിഞ്ഞിരുന്നു. ഹദ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ബദർ യുദ്ധത്തിലും ഉഹദ് യുദ്ധത്തിലും എല്ലാ യുദ്ധത്തിലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്നു. ബദർ യുദ്ധത്തിലെ ഒരു സംഭവം വിവരിക്കുന്നു. ഹദ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറയുന്നു, ഞാൻ ബദർ യുദ്ധത്തിൽ സഫിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എന്റെ ഇടതും വലതും നോക്കിയപ്പോൾ 2 അൻസാർ ബാലന്മാർ, വളരെ ചെറിയ പ്രായത്തിലുള്ളവർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആഗ്രഹിച്ചു പോയി, ഞാൻ ശക്തരായ യുവാക്കളുടെ ഇടയിലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന്. അപ്പോൾ ഒരു ബാലൻ എന്റെ കൈ അമർത്തിക്കൊണ്ട് ചോദിച്ചു, പിതൃ സഹോദര അബൂജഹലിനെ കുറിച്ച് അറിയുമോ? അപ്പോൾ ഞാൻ ചോദിച്ചു, സഹോദരപുത്ര, അയാളെ അറിഞ്ഞിട്ട് താങ്കൾക്ക് എന്ത് ചെയ്യാനാണ്? അപ്പോൾ അവൻ പറഞ്ഞു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയാൾ ചീത്ത വിളിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു. എന്റെ ജീവൻ ആരുടെ കൈകളിലാണോ ഉള്ളത് അവനാണ് സത്യം. അയാളെ ഞാൻ കണ്ടാൽ
പിന്നെ ഞങ്ങളിൽ ആർക്കാണോ വേഗം അള്ളാഹു മരണം നിശ്ചയിച്ചിരിക്കുന്നത് അയാളുടെ മരണം നടക്കുന്നതുവരെ ഞാൻ അയാളിൽ നിന്ന് കണ്ണെടുക്കുന്നതല്ല. അത് കേട്ടപ്പോൾ എനിക്ക് വളരെ അതിശയം തോന്നി. ഹദ്റത്ത് അബ്ദുറഹ്മാൻ പറയുന്നു, രണ്ടാമതും ഉള്ള ആ ബാലനും എന്റെ കൈ അമർത്തിക്കൊണ്ട് ചോദിച്ചു ഇതേ കാര്യം. അപ്പോൾ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തന്നെ അബൂ ജഹൽ തന്റെ സൈന്യത്തിനെ പരിശോധിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരുന്ന കക്ഷി അതാ അവിടെയാണുള്ളത്. ഇത് കേട്ടപ്പാടെ അവർ രണ്ടുപേരും വളരെ വേഗത്തിൽ വാളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അയാളുടെ നേരെ കുതിച്ചു. അയാൾ ജീവൻ വെടിയുന്നതുവരെ അയാളുടെ മേൽ തുടരെ തുടരെ ആക്രമിച്ചു. എന്നിട്ട് തിരിച്ചു വന്നിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഇക്കാര്യം ബോധിപ്പിച്ചു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആരാണ് അയാളെ വധിച്ചത്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് രണ്ടുപേരും പറഞ്ഞു, ഞാനാണ് വധിച്ചതെന്ന്. അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ വാൾ തുടച്ചുവോ? അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വാൾ പരിശോധിച്ചതിനു ശേഷം പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് അയാളെ വധിച്ചത്. അയാളുടെ യുദ്ധം മുതൽ മാസുബിന് അമറുബിന് ജമൂഹിനും അതുപോലെ മാസുബിന് അഫ്രാക്കും രണ്ടുപേർക്കും ലഭിക്കുമെന്ന് പറഞ്ഞു. രണ്ടുപേരുടെയും പേര് മാസ് ആയിരുന്നു. ഇത് ബുഖാരിയുടെ നിവേദനമാണ്. അബൂജഹലിന്റെ മരണത്തെ സംബന്ധിച്ച് മുമ്പ് ഞാൻ വിശദീകരിച്ചിരുന്നു. രണ്ടാമതും വിവരിക്കാം. ചില നിവേദന പ്രകാരം അഫ്രയുടെ രണ്ട് മക്കളായ മഊസും മാസും ആണ് അബൂജഹലിനെ മരണത്തോടടുപ്പിച്ചത്. തുടർന്ന് ഹസ്രത്ത് അബ്ദുള്ള ബിൻ മസൂദ് ആയിരുന്നു അയാളുടെ തല ഖണ്ഡിച്ചത്. ഇമാ ഇബ്നു ഹജർ ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. മാസുബിന് അമറും മാസുബിന് അഫ്രയും ആക്രമിച്ചതിനു ശേഷം മൗസ് ബിൻ അഫ്രയും കൂടി അയാളെ ആക്രമിച്ചു എന്ന്. ഇത് ഷറ ബുഖാരി ഫതുൽ ബാരിയിലാണ് എഴുതിയിട്ടുള്ളത്. ഈ സംഭവം വിവരിച്ചുകൊണ്ട് ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു പറയുന്നു, അബൂ ജഹൽ മക്കയിലുള്ള എല്ലാ കുടുംബങ്ങളിലും അംഗീകരിക്കപ്പെട്ട നേതാവായിരുന്നു. കുഫാരിങ്ങളുടെ പടനായകനായിരുന്നു. ബദർ യുദ്ധവേളയിൽ തന്റെ സൈന്യ നീക്കം അദ്ദേഹം പരിശോധിക്കുമ്പോൾ ഹസ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പോലുള്ള അനുഭവസമ്പന്നനായ യുദ്ധ പോരാളി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം തന്റെ ഇടതും വലതും നോക്കിയപ്പോൾ രണ്ട് അൻസാർ ബാലന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. 15 വയസ്സ് മാത്രമേ അവർക്ക് പ്രായമുള്ളൂ. അത് കണ്ടപ്പോൾ അദ്ദേഹം കരുതി, ഇന്ന് എനിക്ക് എന്റെ ആഗ്രഹം പൂർത്തിയാക്കാൻ സാധിക്കുകയില്ലെന്ന് തോന്നുന്നു. കാരണം ദൗർഭാഗ്യവശാൽ എന്റെ ചുറ്റുപാടുമുള്ളത് ഒരു പരിചയവുമില്ലാത്ത രണ്ട് അൻസാർ ബാലന്മാരാണ്. അവർക്ക് യുദ്ധവുമായി യാതൊരു ബന്ധവുമില്ല. ഹസ്രത്ത് മുസ്ലിം മൗദ് എഴുതുന്നു, ഹസ്രത്ത് അബ്ദുറഹ്മാൻ പറയുന്നു, ഞാൻ അങ്ങനെ സംശയിച്ചു നിൽക്കുമ്പോൾ വലതുഭാഗത്ത് നിന്ന് ആരോ കൈമുട്ടുകൊണ്ട് എന്നെ വിളിച്ചു. വലതോട്ടേക്ക് ഞാൻ തിരിഞ്ഞപ്പോൾ അവിടെ ആ ബാലൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, അല്ലയോ പിതൃ സഹോദര, ഒന്നിങ്ങോട്ടേക്ക് കുനിഞ്ഞാലും ഞാൻ ഒരു കാര്യം താങ്കളുടെ ചെവിയിൽ പറയാം. എന്റെ കൂട്ടുകാരൻ അത് കേൾക്കരുത്. അവൻ പറഞ്ഞു. ഞാൻ അവനിലേക്ക് കുനിഞ്ഞപ്പോൾ എന്റെ ചെവിയിൽ പറഞ്ഞു, അല്ലയോ പിതൃ സഹോദര, അബൂജഹൽ ആരാണ്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയാൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നു എന്ന് ഞാൻ കേട്ടു. പിതൃ സഹോദര, ഞാൻ ആഗ്രഹിക്കുന്നത് അയാളെ വധിക്കാനാണ്. അദ്ദേഹം പറയുന്നു, ഈ സംഭാഷണം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഇടതുഭാഗത്ത് നിന്നും ആരോ കൈമുട്ടുകൊണ്ട് എന്നെ വിളിച്ചു. നോക്കുമ്പോൾ മറ്റേ പയ്യനായിരുന്നു ഉണ്ടായിരുന്നത്. അവനും ഇതുപോലെ എന്നോട് പറഞ്ഞു, അല്ലയോ പിതൃ സഹോദര, അബൂജഹൽ ആരാണ്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരുപാട് അയാൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഞാൻ അയാളെ വധിക്കാൻ ആഗ്രഹിക്കുന്നു. ഹസ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറയുന്നു, ഒരുപാട് യുദ്ധ നൈപുണ്യമുള്ള വ്യക്തിയായിരുന്നു ഞാൻ. എന്നിട്ടുകൂടി ഒരിക്കൽ പോലും അബൂജഹലിനെ പോലുള്ള സേനാ നായകനെ
വധിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അബൂജഹൽ തന്റെ സൈന്യത്തിന് ഇടയിൽ നിൽക്കുകയായിരുന്നു. ഞാൻ വിരൽ ചൂണ്ടി കൊണ്ട് പറഞ്ഞു, ആ രണ്ട് കുട്ടികളോടും പറഞ്ഞു, അവിടെ ആ മുമ്പിൽ നിൽക്കുന്ന പടച്ചട്ട അണിഞ്ഞ് ഒളിഞ്ഞു നിൽക്കുന്ന ആ വ്യക്തിയുടെ പിറകിൽ വാളും ഉയർത്തിപ്പിടിച്ച് ധൈര്യപൂർവം നിൽക്കുന്ന വ്യക്തിയാണ് അബൂജഹൽ. ഞാൻ ഉദ്ദേശിച്ചത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ, ഒരു അനുഭവമില്ലാത്ത കുട്ടികളായ നിങ്ങൾക്ക് അയാളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നായിരുന്നു. എന്നാൽ അബ്ദുറഹ്മാൻ പറയുന്നു, ഞാൻ വിരൽ ചൂണ്ടിക്കാണിച്ച് വിരൽ താഴ്ത്തുന്നതിന് മുമ്പ് കോഴിക്കുഞ്ഞുങ്ങളുടെ മേൽ പരുന്ത് റാഞ്ചുന്നത് പോലെ അവർ രണ്ടുപേരും മുന്നോട്ടേക്ക് കുതിച്ചുകൊണ്ട് കുഫാരിങ്ങളുടെ സഫ് ഭേദിക്കുകയും അബൂജഹലിന്റെ അടുത്തേക്ക് ഓടി അണയുകയും ചെയ്തു. അബൂജഹലിന്റെ മുമ്പിൽ അയാളുടെ മകൻ ഇക്രിമയും ഉണ്ടായിരുന്നു. അയാളും വളരെ ധൈര്യശാലിയായ യുദ്ധനൈപുണ്യമുള്ള ജർണലായിരുന്നു. എന്നാൽ ഈ അൻസാർ ബാലന്മാരുടെ വേഗത കാരണം അയാൾക്ക് ഒന്നും മനസ്സിലായില്ല. എന്തിനാണ് ഇവർ വരുന്നത് എന്ന് പോലും മനസ്സിലായില്ല. അവരെല്ലാവരും നോക്കി നിൽക്കെ അബൂജഹലിന്റെ മേൽ അവർ കടന്നാക്രമണം നടത്തി. കുഫാറുകളുടെ സഫ് അവർ വകഞ്ഞുമാറ്റി. കാവൽ ഭടന്മാരെയും അവർ പിന്തള്ളി. ഊരിപ്പിടിച്ച വാളും ഏന്തിക്കൊണ്ട് കാവൽ ഭടന്മാർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവർക്ക് തങ്ങളുടെ വാൾ താഴേക്ക് പതിപ്പിക്കാനുള്ള സാവകാശം പോലും അവർ നൽകിയില്ല. ഒരു കാവൽ ഭടന്റെ വാൾ മാത്രമാണ് താഴോട്ടേക്ക് പതിച്ചത്. അത് കാരണം ഒരു അൻസാർ ബാലന്റെ കൈ മുറിഞ്ഞു വീഴുകയും ചെയ്തു. എന്നാൽ ജീവൻ വെടിയുന്നത് പോലും നിസ്സാരമായി കണക്കാക്കിയിരുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു തടസ്സമേ ആയിരുന്നില്ല. അങ്ങനെ മലമുകളിൽ നിന്നും പാറക്കല്ല് ഇറങ്ങി വരുന്നത് പോലെ ആ രണ്ട് ബാലന്മാരും കാവൽ ഭടന്മാരെ നീക്കിക്കൊണ്ട് അബൂജഹലിന്റെ മേലേക്ക് കടന്നാക്രമണം നടത്തുകയും യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുഫാരിങ്ങളുടെ കമാൻഡറിനെ നിലം പതിപ്പിക്കുകയും ചെയ്തു. ഹസ്രത്ത് അബ്ദുല്ല ബിൻ മസൂദ് പറയുന്നു, ഞാൻ യുദ്ധത്തിന്റെ അവസാന സമയത്ത് അബൂജഹലിനെ മരണാസന്നനായി കിടക്കുന്നതായി കണ്ടു. ഞാൻ അയാളോട് ചോദിച്ചു, എന്താണ് നിന്റെ അവസ്ഥ? അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ മരിക്കുകയാണ്, എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്, മരിക്കുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഒരു ദുഃഖവുമില്ല. എന്നാൽ എനിക്ക് എന്റെ ആഗ്രഹം പൂർത്തിയാകുന്നതിനു മുമ്പ് രണ്ട് അൻസാർ ബാലന്മാരാൽ മരിക്കപ്പെടുന്നു എന്ന ഒരു സങ്കടം മാത്രമേയുള്ളൂ. മക്കക്കാർ അൻസാറുകളെ വളരെ നീചരായാണ് കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അയാൾ വളരെ ഖേദപൂർവം അങ്ങനെ പറഞ്ഞത്. അതായത് രണ്ട് അൻസാർ ബാലന്മാരുടെ കൈകൾ കൊണ്ടാണ് താൻ മരിക്കുന്നത് എന്ന് അയാളെ വിഷമിപ്പിച്ചു. അയാൾ പറഞ്ഞു, എനിക്ക് ഒരുപാട് വേദന അനുഭവപ്പെടുന്നുണ്ട്. അബ്ദുല്ല ബിൻ മസൂദിനോട് അബൂജഹൽ പറഞ്ഞു, എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ട്, വേദന സഹിക്കാൻ കഴിയുന്നില്ല, താങ്കൾ ഒരു ഔദാര്യം ചെയ്യണം, എന്നെ ഒറ്റ വെട്ടുകൊണ്ട് അവസാനിപ്പിക്കണം. എന്നാൽ എന്റെ കഴുത്ത് നീളത്തോടുകൂടി തന്നെ വെട്ടണം. കാരണം പടനായകന്മാരുടെ ലക്ഷണം അതാണ്, അവരുടെ കഴുത്തിന് നീളത്തോടുകൂടിയായിരിക്കും ഗളച്ഛേദം നടത്തപ്പെടുന്നത്. ഹസ്രത്ത് അബ്ദുല്ല ബിൻ മസൂദ് അയാളുടെ ഒരു കാര്യം അംഗീകരിച്ചു, അതായത് അയാൾ വേദന അനുഭവിക്കുകയായിരുന്നു, അതുകൊണ്ട് അയാളെ വധിക്കാൻ അദ്ദേഹം സമ്മതിച്ചു. എന്നാൽ രണ്ടാമത്തെ ആഗ്രഹം നിറവേറ്റിയില്ല. അയാളുടെ കഴുത്ത് താടിയെല്ലിനോട് ചേർത്ത് അദ്ദേഹം മുറിച്ചു. അതായത് മരിക്കുമ്പോൾ പോലും തന്റെ ആഗ്രഹം, അന്ത്യാഭിലാഷം
അയാൾക്ക് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അതായത് അയാളുടെ കഴുത്തിന് നീളമുണ്ടായിരുന്നില്ല. ത്യാഗങ്ങളെക്കുറിച്ച് പറഞ്ഞെടുത്താണ് ഈ കാര്യം വിവരിച്ചത്. അതായത് എപ്രകാരമാണ് കുട്ടികൾക്ക് പോലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹാനുരാഗങ്ങൾ ഉണ്ടായിരുന്നത്, എപ്രകാരമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളോട് പകരം വീട്ടാൻ അവർ ആഗ്രഹിച്ചിരുന്നത്. ഇത് സംബന്ധിച്ചാണ് ഹദ്റത്ത് മുസ്ലിം മൗദ് ഈ സംഭവം വിവരിച്ചത്. ഈ സംഭവം ഞാൻ മുമ്പും 1-2 തവണ വിവരിച്ചതാണ്. എന്നാൽ ഇതൊക്കെ തന്നെയായിരുന്നു അവരുടെ ത്യാഗങ്ങൾ, അവരുടെ സ്നേഹം. അവർ എല്ലാം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി നഷ്ടപ്പെടുത്താനും തങ്ങളുടെ ജീവൻ പോലും വിലവെക്കാതെ പ്രവർത്തിക്കാനും സന്നദ്ധരായിരുന്നു. ഹദ്റത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ കുറിച്ചുള്ള മറ്റു പരാമർശങ്ങൾ Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruh wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.